മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. റേഷൻ കടയിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം നിലച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പിടിപ്പുകേടാണ് മണ്ണെണ്ണ വിതരണം നിലയ്ക്കാൻ കാരണമെന്ന് AKRRDA തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് K. സേതുമാധവൻ. കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം മണ്ണെണ്ണ വിതരണം നടത്താത്ത സാഹചര്യത്തിൽ കേരളത്തിന് ഇനി ഒരു തരത്തിലും മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ നിർദ്ദേശം ലഭിച്ച ഉടനെ ഭക്ഷ്യവകുപ്പ് കേരളത്തിലെ എല്ലാ കാർഡുടമകൾക്കും 1/2 ലിറ്റർ മണ്ണെണ്ണയും മഞ്ഞക്കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും വിതരണം ചെയ്യുമെന്ന് മാധ്യമങ്ങൾ വഴി അറിയിപ്പ് വന്നിട്ട് 1 മാസമായി. എന്നാൽ വിതരണത്തിന് മറ്റൊരു മുന്നൊരുക്കവും നടത്താതെ റേഷൻ കടക്കാരെ സമ്മർദ്ദത്തിലാക്കി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്ത് പോയി മണ്ണെണ്ണ എടുത്ത് നഷ്ടങ്ങൾ സഹിച്ച് ഏറ്റെടുത്ത് വിതരണം നടത്തുവാനാണ് ആവശ്യപ്പെടുന്നതെന്ന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ AKRRDA തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് K. സേതുമാധവൻ പറഞ്ഞു. മണ്ണെണ്ണ കൊടുക്കാൻ തുടങ്ങിയിട്ട് സർക്കാരിന്റെ കണക്കിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി. പക്ഷേ സത്യത്തിൽ കടയിലേക്ക് എത്തിക്കാനുള്ള യാതൊരു സംവിധാനവും ഒരുക്കാതെയാണ് മണ്ണെണ്ണ റേഷൻ കടയിൽ വിതരണം ചെയ്യുന്നത് പറഞ്ഞിട്ട് ആളുകൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. മണ്ണെണ്ണ ഉണ്ടെന്ന് സർക്കാർ പറയുന്നുണ്ടല്ലോ, 1/2 ലിറ്റർ ഉണ്ടോ 1 ലിറ്റർ ഉണ്ടോ എന്നൊക്കെ പറയുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ട് എല്ലാ റേഷൻ കടയിലേക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ 1 കൊല്ലമായിട്ട് കേരളത്തിൽ മണ്ണെണ്ണ വിതരണം ഇല്ല, നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാഞ്ഞിട്ടല്ല, ഇവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത കാരണം വിതരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു മണ്ണെണ്ണ ഇനി നിങ്ങൾക്ക് എടുത്ത് വിതരണം ചെയ്യില്ലെങ്കിൽ ഇനി ഒരു കാലത്തും കേരളത്തിന് മണ്ണെണ്ണ ഞങ്ങൾ തരാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആകെ പ്രശ്നമായത്. അപ്പോൾ മണ്ണെണ്ണ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ വേണം, ഞങ്ങളാണ് ബുദ്ധിമുട്ട്. തലപ്പള്ളി താലൂക്കിൽ ഒറ്റ മണ്ണെണ്ണ ഏജൻസികളില്ല. KWD ഞങ്ങൾ എവിടെയെങ്കിലും സർക്കാർ പറയുന്ന സ്ഥലത്ത് പോയി എടുക്കണം. അതിന് വലിയൊരു സാമ്പത്തിക ബാധ്യത വരികയാണ്. പിന്നെ ക്വാണ്ടിറ്റി വളരെ കുറവ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് പിന്നെ കിട്ടിയിരുന്നത്. പിന്നെ പതുകെയുണ്ട് പാലക്കാട്. ഇപ്പോൾ എടുത്തിട്ടുള്ള ഏജൻസി ഞങ്ങൾ മനസ്സിലാക്കുന്നത് മലപ്പുറത്തുള്ള ആളാണ്. മലപ്പുറത്ത് പോയിട്ട് മണ്ണെണ്ണ എടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ വിതരണം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡ് എന്താ വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളത് പറയണത്. അപ്പോൾ ഒരു കാര്യമില്ല, ഈ മണ്ണെണ്ണ റേഷൻ കടയിൽ ഒന്നും എത്തിച്ചു തരിക. കുപ്പിവെള്ളം ബോട്ടിൽ സപ്ലൈ ചെയ്യുന്നില്ലേ, അതേമാതിരി 1 ലിറ്ററിൻ്റെ കുപ്പിയിലാക്കിയിട്ട് റേഷൻ കടയിൽ എത്തിച്ച് തന്നാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും തരണ്ട, ഞങ്ങൾ സൗജന്യ സേവനമായിട്ട് ചെയ്യാം. മണ്ണെണ്ണ മൊത്ത വിതരണക്കാർ പലരും ഈ രംഗം വിട്ടുകഴിഞ്ഞു. തലപ്പള്ളി താലൂക്കിൽ KWD ഏജൻസികൾ ഒന്നുമില്ല. നിയമാനുസരണം മണ്ണെണ്ണ കൊണ്ടുവരുന്നതിന് അംഗീകൃത വാഹനങ്ങൾ ഒന്നും ലഭ്യമല്ല എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഭീമമായ നഷ്ടം സഹിച്ച് നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ മണ്ണെണ്ണ കടയിലെത്തിക്കുവാൻ ഉദ്യോഗസ്ഥർ വാശി പിടിക്കുന്നത് തികച്ചും അനീതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശ്നപരിഹാരം എന്നുള്ള നിലയ്ക്ക് കുപ്പിവെള്ളം കുപ്പിയിൽ സപ്ലൈ ചെയ്യുന്നത് പോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ കുപ്പിയിലാക്കി എത്തിച്ചു നൽകണമെന്നതാണ് തങ്ങൾക്ക് പറയാനുള്ളതെന്നും സപ്ലൈകോയ്ക്ക് ഇത് നിഷ്പ്രയാസം നടത്തുവാനും കഴിയും. അങ്ങനെ ചെയ്തു തരുന്ന പക്ഷം യാതൊരു കമ്മീഷനോ ലാഭമോ ഇല്ലാതെ കാർഡ് ഉടമകൾക്ക് സേവനമായി പണിയെടുക്കുവാൻ തങ്ങൾ തയ്യാറാണ്. റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കേണ്ട കമ്മീഷനും KWDക്ക് കൊടുക്കേണ്ട കമ്മീഷനും സർക്കാരിന് ലാഭകരമാവുകയും ചെയ്യും. അതുപോലെ 7 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത് റേഷൻ വ്യാപാരികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനമെങ്കിലും ലഭ്യമാക്കുവാൻ സർക്കാർ ഇടപെടേണ്ടതാണെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ AKRRDA തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കോച്ചേരി, ട്രഷറർ PA ഷാജു, വൈസ് പ്രസിഡന്റ് K. ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. PCB ന്യൂസ്, വടക്കാഞ്ചേരി.